കൂട്ടുകാരെ, ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെയൊക്കെ പിതാവായ ലോകത്തെ ആദ്യത്തെ മനുഷ്യനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? ആദ്യത്തെ മനുഷ്യനും മനുഷ്യകുലത്തിൻ്റെ പിതാവുമായ ആദം നബി അലൈഹിസ്സലാമാണ് ഈ ആദ്യത്തെ മനുഷ്യൻ. ലോകരക്ഷിതാവായ അല്ലാഹു ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ആദ്യമായി നിയോഗിച്ച മനുഷ്യനും പ്രവാചകരിലെ ആദ്യത്തെ പ്രവാചകനുമാണ് ആദം നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ മനുഷ്യനും ആദ്യത്തെ സ്ത്രീയുമായ ഹവ്വ റളിയല്ലാഹു അൻഹ ആദം നബിയുടെ വാരിയെല്ലിനാൽ സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ഭാര്യ ആക്കുകയും ചെയ്തു. ലോകത്തുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെന്ന നാമത്തിൽ ഒരു സമുദായത്തെ ലോകത്തേക്കയക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹു അവിടുത്തെ ആദ്യ സൃഷ്ടികളായ മലക്കുകളോട് പറഞ്ഞു, ഞാൻ ലോകത്ത് ഖലീഫയായി മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ മലക്കുകളുടെ മറുപടി ഇതായിരുന്നു: കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുന്നവരെയും നീ നിയോഗിക്കുന്നുവോ റബ്ബേ? ഞങ്ങളാണെങ്കിൽ സദാ നിനക്ക് സുജൂദ് ചെയ്യുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ അള്ളാഹു അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ അറിയാത്തതിനെ ഞാൻ അറിയുന്നു. പിന്നെ മലക്കുകളൊന്നും പറഞ്ഞില്ല. അങ്ങനെ അള്ളാഹു മണ്ണിനാൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ രൂപമുണ്ടാക്കുകയും അതിന് ജീവൻ നൽകുകയും ചെയ്തു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു എല്ലാ വസ്തുക്കളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. ശേഷം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഈ കാണുന്ന വസ്തുക്കളുടെ പേരൊക്കെ നിങ്ങൾ പറയുമോ? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങ് പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും തന്നെ ഞങ്ങൾക്കറിയുകയില്ല. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു എല്ലാ വസ്തുക്കളെയും മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. ശേഷം അള്ളാഹു മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകളെല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസിന്റെ അഹങ്കാരം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. മണ്ണ് കൊണ്ടുണ്ടാക്കിയതിനേക്കാൾ ശ്രേഷ്ഠമാണ് തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ എന്നതായിരുന്നു ഇബ്ലീസിന്റെ വാദം. ഇബ്ലീസിന്റെ അഹങ്കാരം അവനെ നിന്ദ്യനാക്കി. കൂട്ടുകാരെ, വളരെ നല്ല ആളായിരുന്നു ഇബ്ലീസ്. പക്ഷേ എന്ത് പറയാനാ, അനുസരണക്കേട് കാണിച്ചത് കാരണമായി മോശപ്പെട്ട ആളുകളുടെ നേതാവായി മാറി ഇബ്ലീസ്. ഇതുകൊണ്ടുള്ള പ്രയാസം ഇപ്പോഴും ഇബ്ലീസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയാണ് ഹവ്വ റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിൽ എല്ലാ സുഖാനുഭവങ്ങളും നൽകി ആദരിച്ചു. ഇത് കണ്ട് അസൂയപ്പെട്ട ഇബ്ലീസ് കഠിനമായി അസൂയപ്പെടുകയും അവരെ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും നോക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ സുഖങ്ങളും നൽകിയ അള്ളാഹു അവർക്ക് എല്ലാ ഭക്ഷണവും നൽകുകയും ചെയ്തു. പക്ഷെ സ്വർഗത്തിലെ ഒരു മരത്തിൽ നിന്ന് അവർക്ക് ഒരു പഴം കഴിക്കാൻ മാത്രം അള്ളാഹു വിലക്കിയിരുന്നു. അത് പാടില്ലായിരുന്നു. ഇത് കണ്ട് ഇബ്ലീസ് അവരെ ആ മരത്തിൽ നിന്ന് പഴം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദം നബിയും ഹവ്വ ബീവിയും റളിയല്ലാഹു അൻഹുമ അതിൽ നിന്ന് പഴം ഭക്ഷിക്കുകയും ചെയ്തു. അള്ളാഹു ഭക്ഷിക്കരുതേ എന്ന് പറഞ്ഞ ഭക്ഷണം ആ പഴം ഭക്ഷിച്ചത് കാരണമായി സ്വർഗത്തിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം അഴിഞ്ഞു പോവുകയും അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നെ അള്ളാഹു അവരെ ഇറക്കിയത് ഭൂമിയിലേക്കായിരുന്നു. ഭൂമിയിലാണെങ്കിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഭൂമിയിൽ അങ്ങും ഇങ്ങുമായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്കായിരുന്നു അള്ളാഹു ഇറക്കിയത്. ആദം നബി അലൈഹിസ്സലാമിനെ ഇന്ത്യയിലേക്കും ഹവ്വ റളിയല്ലാഹു അൻഹായെ ജിദ്ദയിലേക്കുമാണ് ഇറക്കിയത്. കുറേ കാലത്തിന് ശേഷം രണ്ടുപേരുടെയും നിഷ്കളങ്കമായ തൗബ അള്ളാഹു സ്വീകരിച്ചു. അത് കാരണമായി അള്ളാഹു അവരെ അറഫ മലമുകളിൽ വെച്ച് ഒരുമിപ്പിക്കുകയും അങ്ങനെ നീണ്ട 960 വർഷത്തെ ജീവിതത്തിനൊടുവിൽ മക്കയിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാം വഫാത്തായി മറവ് ചെയ്യപ്പെടുകയും ചെയ്തു.